എന്നിട്ട് നിങ്ങളൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? ചൂരമല സ്കൂൾ. വീടുണ്ടോ? വീടൊക്കെ ഉണ്ട്, അങ്ങോട്ട് താമസിക്കാൻ പറ്റില്ല. അങ്ങോട്ട് അവിടെ താമസിക്കാൻ കഴിയില്ല. എവിടെ എന്താ അവസ്ഥ? വീടുണ്ട്, താമസിക്കാൻ കഴിയില്ല. എന്താ അവസ്ഥ ചേച്ചി? വീടുണ്ടോ? പോയോ? വീട് എവിടെയാ സ്ഥലം? എനിക്ക് വില്ലേജ് റോഡാണ്. വില്ലേജ് റോഡ് മൊത്തം പോയി. നിങ്ങൾ വാടക വീടായോ? ഇല്ല, ആയിട്ടില്ല. എന്താ വാടക വീടാവാത്തത്? കിട്ടണില്ല നമുക്ക്. വാടകയും അഡ്വാൻസ് ഒക്കെ തോന്നായിട്ട്. അല്ല, പക്ഷെ സർക്കാരിന്റെ ലിസ്റ്റിലില്ലേ നിങ്ങൾ? അപ്പൊ സർക്കാരിന്റെ വാടക വീടായില്ലേ? ഇല്ല, ആയിട്ടില്ല. സജഷൻ വന്നില്ലേ? ഷംസുദ്ദീൻ, അതിനകത്ത് ഒരു ചെറിയ ഒരു മെല്ലെപ്പോക്കുണ്ടോ? കാരണം ഈ വാടക വീട് കണ്ടത് ഞങ്ങൾ തന്നെ ഒരു 10-40 വീടുകൾ കണ്ടെത്തിയിരുന്നു. ഇതിൽ തന്നെ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ അതിൽ 20-28 വീടുകളുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും തരത്തിലൊരു മെല്ലെപ്പോക്ക് വരുന്നുണ്ടോ ഷംസുദ്ദീൻ? അതിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ആമാന്തം ഉണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അത് ഇപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്ന ജനതയോട് പറയല്ല നിങ്ങൾ പോയിട്ട് റൂം കണ്ടെത്ത് എന്ന് പറയലല്ല. മറിച്ച് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധികളെയും വിളിച്ചുകൂട്ടി ഒരു സർവകക്ഷി യോഗം ഇരുന്ന് അടിയന്തരമായി അവരെ താമസിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ ഇടപെട്ട് കഴിഞ്ഞാൽ ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതിനൊരു വേദി ഒരുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാവണം. നിലവിൽ ഈ വാടക വീട് കണ്ടെത്തുന്നതിൽ ഒരു മെല്ലെപ്പോക്കുണ്ടോ? വാടക വീട് ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഞാനിവിടെ പഞ്ചായത്തിന്റെ താഴെ തന്നെ ഒരു വീട് കണ്ടെത്തിയിട്ടുണ്ട്. സ്വന്തമായിട്ട് കണ്ടെത്തി? സ്വന്തമായിട്ട്. വാടകന്റെ കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല, എങ്കിലും ചെറിയൊരു വാടക കൊടുക്കേണ്ടി വരും. അപ്പൊ ഞാനത് നന്നാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വെള്ളത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വെള്ളത്തിന്റെ ഒരു തീരുമാനമായിട്ടില്ല. ഇവിടെ തന്നെയാണ് റോഡിന്റെ. അത് പഞ്ചായത്ത് ശരിയാക്കി തരും അല്ലേ? വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പഞ്ചായത്ത് ശരിയാക്കി തരും. ചേട്ടാ എവിടെ താമസിക്കും? ഞാൻ സ്കൂൾ റോഡിലാണ്. കിട്ടിയോ? ഇല്ല, കിട്ടിയിട്ടില്ല. എന്താ കിട്ടാത്ത? 3 കുട്ടികളുണ്ട് ഇവിടെ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ പ്രയോറിറ്റി ലിസ്റ്റിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പ്രയോറിറ്റി ലിസ്റ്റിലായിട്ട് ഇപ്പൊ 3 പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾക്ക് ആ വീടിന്റെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ലിസ്റ്റ് കിട്ടിയിട്ടില്ല. ഇതില് ഇവർ ആദ്യം തന്നെ ഒരു തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ട്. എന്റെ പേര് ആരിഫ്. ഇവര് സർക്കാർ ഇതിൽ പൊതുവായിട്ടൊരു തെറ്റിദ്ധാരണ പരത്തിയിട്ടുണ്ട്. അതായത് 291 ക്വാർട്ടേഴ്സുകളും അതിനനുബന്ധിച്ചിട്ടുള്ള റൂമുകളും സർക്കാരിന്റെ കയ്യിലുണ്ട്. ഞങ്ങൾ അവരെ പുനരധിവസിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്വന്തമായി റൂമുകൾ കണ്ടെത്തുക. എവിടെയാണോ ക്വാർട്ടേഴ്സ് കിട്ടുന്നത് അങ്ങോട്ടേക്ക് മാറുക. സർക്കാർ പറഞ്ഞു 291 ക്വാർട്ടേഴ്സ് എവിടെ പോയി അറിയില്ല. ഇപ്പോൾ ചോദിക്കുമ്പോൾ 291 ക്വാർട്ടേഴ്സുകൾക്ക് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ ജില്ലയിൽ അനുവദിച്ചുള്ള ക്വാർട്ടേഴ്സുകളുടെ റേഷ്യോ അവർ പറയണം. എത്ര ക്വാർട്ടേഴ്സുകൾ അനുവദിച്ചിട്ടുണ്ട് അത് അവർ പറയുന്നില്ല. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ക്വാർട്ടേഴ്സിൽ പോയവരുണ്ടോ? ഈ കൂട്ടത്തിൽ ആരുമില്ല. ആരുമില്ല.